മുന്നേ തന്നെ നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തുക, അതുകൊണ്ട് നിങ്ങൾ ഉപകാരമെടുക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഇസ്ലാമിക ലോകത്തോ ഇസ്ലാമിക പൈതൃകത്തിലോ ഇസ്ലാമിക പാരമ്പര്യത്തിലോ നമുക്ക് കാണാൻ കഴിയാത്തൊരു പ്രവണതയാണ് ഹജ്ജ് എന്നുള്ളത്. ജീവിത അവസാനത്തിൽ ചെയ്യേണ്ട ഒരു കർമ്മമാണ് എന്നുള്ളൊരു പ്രവണത, അങ്ങനെയുള്ളൊരു സങ്കല്പം പലപ്പോഴും നമ്മുടെ നാടുകളിൽ അങ്ങനെ ഒരു സങ്കല്പമാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിലെ ഏറ്റവും അവസാനത്തിൽ എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു കർമ്മമാണ് എന്നൊരു പ്രവണത. നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയും അങ്ങനെ ഒരു മാതൃക നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് ഹജ്ജ് എന്നുള്ളത് ചുറുചുറുക്കോടുകൂടി ആ യുവത്വത്തിൽ തന്നെ ആരോഗ്യ ദൃഢഗാത്രരായിരിക്കുമ്പോൾ തന്നെ ചെയ്തു തീർക്കേണ്ട ഒരു കർമ്മമാണ്. യുവത്വത്തിൽ അങ്ങേറ്റം ആരോഗ്യവാന്മാരായിരിക്കെ ഹജ്ജ് ചെയ്യുന്നതിന് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അതിലേറ്റവും ഒന്നാമത്തെ പ്രയോജനം ആ ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും അതിന്റെ ഓജസ്സിലും തേജസ്സിലും തികവിലും മികവിലും നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയും എന്നത് തന്നെയാണ് അതിന്റെ ഒന്നാമത്തെ ഉപകാരം, പ്രയോജനം. രണ്ടാമതായി, നമുക്ക് ഹജ്ജിന് വേണ്ടി നമ്മുടെ വലിയൊരു സമ്പാദ്യം മാറ്റിവെക്കേണ്ടി വന്നാലും പിന്നീട് വീണ്ടും അത് സമ്പാദിക്കാനും നേടിയെടുക്കാനുമുള്ള ആരോഗ്യവും സമയവും നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ഉണ്ടാവും, നമ്മൾ യുവത്വത്തിൽ ചെയ്യുകയാണെങ്കിൽ. എന്നാൽ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും സമ്പാദിക്കാനുള്ള പല മാർഗങ്ങളും അവസരങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഒതുങ്ങിക്കൊണ്ടേയിരിക്കും, അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് യുവത്വത്തിൽ തന്നെയും ചെറിയ പ്രായത്തിൽ തന്നെയും ജീവിതത്തിന്റെ ഏറ്റവും നല്ല പ്രായത്തിൽ തന്നെയും ഹജ്ജ് ചെയ്യാൻ യുവാക്കളായ ആളുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു നിയത്ത് അവർ മനസ്സിൽ വെക്കേണ്ടതായിട്ടുണ്ട്. ഇത് മാത്രവുമല്ല, ഹജ്ജിനെ നമ്മുടെ ജീവിതത്തിൽ പിന്തിപ്പിച്ച് വെക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് നേരത്തെ വന്നെത്തേണ്ടിയിരുന്ന പല നന്മകളെയും നമ്മൾ പിന്തിപ്പിച്ച് വെക്കുകയാണ്. ഹജ്ജിലൂടെ ഒരാൾക്ക് ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരുപാട് നന്മകളുണ്ട്. ഹജ്ജിലൂടെ ഒരാൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതൊക്കെയും വേണ്ടെന്ന് വെക്കുകയാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് പിന്തിപ്പിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അൽ ഹജ്ജു അറഫ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അറഫയിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറഫയിൽ പ്രാർത്ഥനയാണ്. അറഫയിൽ വിശ്വാസികൾ ചെയ്യുന്ന ഏറ്റവും വലിയ അമല് എന്നുള്ളത് അള്ളാഹുവിനോട് തങ്ങളുടെ സങ്കടങ്ങളും തങ്ങളുടെ ആവശ്യങ്ങളും ചോദിച്ച് വാങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോ യുവാക്കളായിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടാവുക. ഏറ്റവും നല്ലൊരു കുടുംബജീവിതത്തെ നമ്മൾ ആഗ്രഹിക്കും, ഏറ്റവും സാലിഹ്യങ്ങളായ സന്താനങ്ങൾ നമ്മൾ ആഗ്രഹിക്കും, ഹലാലായ റിസ്ക് നമ്മൾ ആഗ്രഹിക്കും, ആരോഗ്യപൂർണമായ ജീവിതം നമ്മൾ ആഗ്രഹിക്കും. ഇത്തരത്തിലുള്ള പല ആഗ്രഹങ്ങളും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉണ്ടാവുക അവരുടെ ഏറ്റവും നല്ല പ്രായത്തിലാണ്. അപ്പൊ ഇതൊക്കെയും ചോദിച്ചു വാങ്ങാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് അത് വെക്കുന്നതിലൂടെ. ജീവിതത്തിന്റെ അവസാനം എപ്പോഴാണ് നമുക്ക് അറിയില്ല എന്നത് മറ്റൊരു വശം. ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തിലേക്ക് അത് പിന്തിപ്പിക്കുന്നതിലൂടെ ഇത്തരം നന്മകളൊക്കെയും നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല, പണ്ഡിതർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്ന് പറയുന്നത് ഒരു ആരാധന മാത്രമല്ല, അതിന് ആരാധനാ കർമ്മങ്ങൾ മാത്രമല്ല. നമ്മുടെ ജീവിതം അതിലൂടെ വിവിധ അർത്ഥത്തിൽ സ്വാധീനിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതവും നമ്മുടെ സാമ്പത്തിക ജീവിതവും നമ്മുടെ സാമൂഹിക ജീവിതമൊക്കെയും ഹജ്ജിലൂടെ സ്വാധീനിക്കപ്പെടേണ്ട